My dear students, welcome to my channel BA Topper. In this video, we are discussing Venn diagram and operations on sets from chapter 1 sets. And this is part 4. I have already uploaded 3 parts. Its link I will put in the I button and description box. Okay, these are the syllabus of chapter 1 sets. In this, we have discussed sets and the representation, empty set, finite and infinite sets, equal sets, subsets, intervals are subsets of real numbers, power set, universal set. All these topics I have covered in part 1, 2 and 3. And in this video, we are discussing Venn diagrams and union and intersection of sets. Okay, first part is Venn diagram. Okay, what is Venn diagram? Actually, it is a representation of sets using diagram. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ സെറ്റ് എ ബി സി എക്സെട്ര നമ്മുടെ സെറ്റിനെന്ന് വിചാരിക്കുക. ആ സെറ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് മനസ്സിൽ കാണുന്നതിന് പകരം നമുക്കത് ഡയഗ്രാംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിഷ്വലി, നമുക്ക് എന്ത് സാധനം വിഷ്വലി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പമുണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ കോൺസെപ്റ്റ്സൊക്കെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ആ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രാംസിന് പറയുന്നത് വെൻ ഡയഗ്രാം എന്നാണ്. ആ വെൻ ഡയഗ്രാം എന്ന പേര് വരാൻ കാര്യം, അത് കണ്ടുപിടിച്ച ആളുടെ പേര് ജോൺ വെൻ എന്നാണ്. ഓക്കെ, ഹീസ് എൻ ഇംഗ്ലീഷ് ലോജീഷ്യൻ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഈ ഡയഗ്രാംസിൽ സർക്കിള്, റെക്റ്റാങ്കിൾ, ഇങ്ങനെ രണ്ട് സാധനമാണ് യൂസ് ചെയ്യുന്നത്, രണ്ട് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രാംസ് എവിടെ യൂസ് ചെയ്യും, അതായത് റെക്റ്റാങ്കിൾ എവിടെ യൂസ് ചെയ്യും, സർക്കിൾ എവിടെ യൂസ് ചെയ്യും. സോ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്, കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ്. യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലും, സെറ്റ് നമ്മൾ പറയുന്നത് സെറ്റ് എ ബി സി എക്സെട്ര അതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിൾ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഹിയർ ദർ ഇസ് എ ഡയഗ്രാം. ദിസ് ഇസ് എ വെൻ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഇൻ വിച്ച് യു എന്ന് എഴുതിയിരിക്കുന്നത് നോക്കുക. യു എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ പേരാണ് യു എന്നിരിക്കുന്നത്, അതായത് യൂണിവേഴ്സൽ സെറ്റ്. ദെൻ അതിനകത്ത് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എ എന്ന് പറഞ്ഞ സെറ്റിൽ 2, 4, 6, 8, 10 ആണുള്ളത്. ആക്ച്വലി യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 to 10 വരെയുള്ള നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റിനെയാണ് ഇവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ 1, 3, 5, 7, 9 പുറത്താണ് എടുക്കുന്നത്. 2, 4, 6, 8, 10 അകത്താണ്, എയുടെ അകത്താണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് മൊത്തം എല്ലാ എലമെൻറ്റ്സും കൂടി ഇതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ റെക്റ്റാങ്കുലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതിനകത്തുള്ള, ഇപ്പോൾ ഇത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈവൻ നമ്പറിൻ്റെ സെറ്റാണ് എ എന്ന് കാണുമ്പോൾ അറിയാം. 10 and 10 താഴെയുള്ള ഈവൻ നമ്പേഴ്സ്. സോ 2, 4, 6, 8, 10 എന്ന് പറയുന്ന ആ സെറ്റിനെ ഞാൻ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്. ഈ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സെറ്റ്സിലുള്ള ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് വേറെ കുറച്ച് പേരുകളിലാണ്. അതിന് യൂണിയൻ ഓഫ് സെറ്റ്സ്. ഫസ്റ്റ് വൺ യൂണിയൻ ഓഫ് സെറ്റ്സ്, രണ്ടാമത്തത് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, മൂന്നാമത്തത് ഡിഫറൻസ് ഓഫ് സെറ്റ്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓപ്പറേഷനാണ്. 2020 സിലബസിൽ ഡിഫറൻസ് ഓഫ് ഓപ്പറേഷൻസ് ഇല്ല. സോ ഞാൻ ഈ സ്ലൈഡിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഓപ്പറേഷൻ ഓൺ സെറ്റ് ഇസ് യൂണിയൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ, ഇപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞ പേരിൻ്റെ മീനിങ് തന്നെയാണ് എന്താണ്? ഇപ്പോൾ നമ്മൾ ആ റൂട്ട് വേർഡിൻ്റെ മീനിങ് വെച്ചിട്ട് കുറേയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. യൂണിയൻ എന്ന് വെച്ചാൽ കുറേ പേര് ഒന്നിച്ചിരിക്കുക, അല്ലേ? ഒരുമയുണ്ടെങ്കിൽ, അല്ലേ? ഒരുമ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റുകൾ എല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, എ ബി എന്ന് പറയുന്ന 2 സെറ്റ്, എ ബി എന്ന് പറഞ്ഞ 2 സെറ്റ് ഇരുന്നിരിക്കുക. ആ 2 സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ്സും ബിയിലുള്ള എലമെൻറ്റ്സും എല്ലാം കൂടെ നമ്മൾ എഴുതി വെച്ചാൽ കിട്ടുന്ന സെറ്റിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുക. ആ യൂണിയൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിള് യു. ഓക്കെ, പക്ഷേ ഈ നമ്മൾ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും എഴുതി നമ്മൾ യൂണിയൻ എഴുതുമല്ലോ. ആ യൂണിയൻ എഴുതുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ എലമെൻറ്റ്സും എഴുതില്ല. അതായത് എയിൽ 2, 3, 5, 6 ഉണ്ട്, ബിയിൽ 3, 5, 7, 8 ഉണ്ടെന്നിരിക്കും. അപ്പോൾ 3 ഉം 5 എന്താണ് കോമൺ ആണല്ലോ. അപ്പോൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. അതിവിടെ എക്സാമ്പിൾ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. A = 2, 4, 6, 8.
ബി ഈക്വൽ ടു 6, 8, 10, 12. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എ യൂണിയൻ ബിയിലുള്ള എലമെൻറ്റ്സ് നോക്കിയേ 2, 4, 6, 8. ഓക്കെ, 2, 4, 6, 8 വന്നു. ഇനി എന്തുണ്ട്? 6, 8, 10, 12 ആണ് ബിയിലുള്ളത്. അപ്പോൾ 6, 8 ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മൾ വീണ്ടും എഴുതുന്നില്ല. ബാക്കി ഇനി എന്തുണ്ട്? 10, 12. സോ 10, 12. അപ്പോൾ നമ്മുടെ എ യൂണിയൻ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയുടെയും ബിയുടെയും നടുക്കായിട്ട് യു എന്ന് പറയുന്ന പോലെ ഒരു സിമ്പിൾ എഴുതിയിരിക്കുന്നത് കണ്ടോ, യു. അപ്പോൾ 2, 2, 4, 6, 8, 10, 12. ഒരിക്കലും നമ്മൾ ഓരോ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതാതിരിക്കുക. ഇനി വേറെ എക്സാമ്പിൾ ഉണ്ട്. എ ഇ ഐ ഒ യു. എ ഈക്വൽ ടു എ ഇ ഐ ഒ യു. ബി ഈക്വൽ ടു എ ഐ യു. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. കാരണം എന്താ? ബി എന്ന് പറയുന്നത് ആക്ച്വലി എയുടെ ഒരു സബ്സെറ്റാണ്. അതായത് നമ്മളൊരു വെൻ ഡയഗ്രം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എ, ഇതിനകത്താണ് ബി വരിക. മനസ്സിലായോ? അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ബിക്ക് എയിലല്ലാത്ത വേറെ ഒരു എലമെൻറ്റും എക്സ്ട്രാ ഇല്ല. അതുകൊണ്ട് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ യു, വായിക്കുന്നത് എ യൂണിയൻ ബി. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സിന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഡയഗ്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക. ദ യൂണിയൻ ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ഇസ് എ സെറ്റ് സി which consists of all those elements which are either in A or in B. either or എന്ന് വെച്ചാൽ എന്താ? ഒന്നുകിൽ എയിലുണ്ടാവും അല്ലെങ്കിൽ ബിയിലുണ്ടാവും. ഓക്കെ, ആ എല്ലാ എലമെൻറ്റ്സുടെയും കൂടി എഴുതിയിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? എ യൂണിയൻ ബി എന്ന് പറയുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്ന ഇപ്പോൾ either in A or in B എന്ന് നമുക്കൊരു മാത്തമാറ്റിക്കൽ സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to A or x belongs to B. ഒന്നുകിൽ എയിലുണ്ടാവും അല്ലെങ്കിൽ ബിയിലുണ്ടാവും. ഓക്കെ, ഓർ ആണ്. ദെൻ the same thing I can represent it as the Venn diagram. U is the universal set in which there are 2 sets A and B, and here it is showing that it is overlapping. അതായത് എയിൽ കുറച്ച് കമ്പോണൻസ് ബിയിലും ഉണ്ട്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പറയാം, 2, 4, 6, 8, 6, 8, 9, 10 അതുപോലത്തെ എക്സാമ്പിളാണ്. അപ്പോൾ 6 8 കോമൺ അല്ലേ? അപ്പോൾ കോമൺ വരുന്നത് ഈ നടുക്കിരിക്കും കേട്ടോ, അതാണ് കോമൺ വരുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിലുള്ളതും ബിയിലുള്ളതും. സോ ഇത് ഈ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് എന്ത്? എ യൂണിയൻ ബി. ഇനി കുറച്ച് പ്രോപ്പർട്ടീസാണ്. സം പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് യൂണിയൻ. നിങ്ങൾ നമ്പേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെയാണ്, നമ്പേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. ഓക്കെ, എയിലും ബിയിലെ എലമെൻറ്റ്സ് എല്ലാം കൂടെ എഴുതിയിരിക്കുന്നതിനാണല്ലോ എ യൂണിയൻ ബി എന്ന് പറയുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും ഒരു പ്രോബ്ലം ഇല്ല. അതായത് ഓർഡർ ഒരു പ്രോബ്ലം അല്ല, കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് അസോസിയേറ്റീവ് ലോ. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബ്രാക്കറ്റിൽ ബി യൂണിയൻ സി എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? അസോസിയേറ്റീവ് ലോ നിങ്ങൾ ഓർഡർ പഠിച്ചിരിക്കുന്നതാണ്. ആദ്യം നമ്മളൊരു ഏത് ഓപ്പറേഷൻ ചെയ്യും? ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ ചെയ്യും. അതായത് ആദ്യം എ യൂണിയൻ ബി ചെയ്യും. ആ കിട്ടുന്ന സെറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? സിയിലുള്ള എലമെൻറ്റ്സ് കൂടി എഴുതും. അതാണ് യൂണിയൻ സി. രണ്ടാമത്തേലാണെങ്കിലോ ബി യൂണിയൻ സി, ബ്രാക്കറ്റിലുള്ളത് ബി യൂണിയൻ സി. സോ അത് ആദ്യം ചെയ്യും, അതിനുശേഷം എ യൂണിയൻ ചെയ്യും. അതാണ് അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ് ഈസ് എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈ ഇസ് എൻ ആൾ സെറ്റ്. സോ എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇറ്റ് സെൽഫ്. കാര്യം ഫൈയിൽ ഒരു എലമെൻറ്റും ഇല്ലല്ലോ. ഫൈയിൽ എന്തെങ്കിലും എലമെൻറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് എയിൽ ആഡ് ചെയ്യാം. പക്ഷേ ഫൈ ഇസ് എൻ ആൾ സെറ്റ്. സോ എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. അതിന് പറയുന്നത് ലോ ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്നാണ്. ഫൈ ഇസ് ദ ഐഡൻറ്റിറ്റി ഓഫ് യൂണിയൻ. എ യൂണിയൻ എ, എ യൂണിയൻ എ തന്നെയായിരിക്കില്ലേ? ആണ്. കാരണം എന്താണ്? എയിൽ 1 2 3, വീണ്ടും എയിൽ 1 2 3 തന്നെയല്ലേ? എ യൂണിയൻ എ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല ഒരിക്കലും. നമ്മൾ യൂണിയൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അത്ര എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല. സോ എ യൂണിയൻ യു എ ഈസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. ദെൻ വാട്ട് ഈസ് യു യൂണിയൻ എ? യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. അതിനകത്താണ് എപ്പോഴും എ വരുള്ളൂ. ഓക്കെ, സോ യു യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് ഓൾവേസ് യു. യൂണിവേഴ്സൽ സെറ്റ് ഏതുമായിട്ട് യൂണിയൻ ചെയ്താലും ഇറ്റ് ഈസ് യു ഇറ്റ് സെൽഫ്. കാരണം എന്താ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന യുവിൽ എല്ലാ എലമെൻസും ഉണ്ട്. പിന്നെ നമുക്ക് എയിലെ എലമെൻസ് വീണ്ടും അതിന് കാര്യമുണ്ടോ? ഇല്ല.
So that is also known as law of union. That is law of U. Next is intersection of sets. അതായത് രണ്ടാമത്തെ ഓപ്പറേഷനാണ്, സെറ്റിലുള്ള രണ്ടാമത്തെ ഓപ്പറേഷനാണ് intersection of sets. The intersection of two sets A and B is a set of all those elements which belong to both A and B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എന്താണോ അതാണ് ഇൻ്റർസെക്ഷൻ. അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇറ്റ് ഇസ് ലൈക്ക് ഓവർലാപ്പിംഗ് അല്ലേ, ഇതൊരു ഇൻ്റർസെക്ഷൻ എന്ന് പറയില്ല. അപ്പോൾ എയും ബിയും ഓവർലാപ്പ് ചെയ്യുന്ന എവിടെയാണോ അതിനെയാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയുക. ഓക്കെ, ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ ശരിക്കും യൂണിയൻ്റെ നേരെ തിരിച്ചിട്ടാൽ എന്താണോ അതാണ് ഇൻ്റർസെക്ഷൻ. യൂണിയൻ്റെ നേരെ ഓപ്പോസിറ്റാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇൻ്റർസെക്ഷൻ ഈസ് യൂസ് ടു ഡിനോട്ട്, ദിസ് സിമ്പിൾ ഈസ് യൂസ് ടു ഡിനോട്ട് ഇൻ്റർസെക്ഷൻ. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും, നമ്മൾ എഴുതുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് all x such that x belongs to A and x belongs to B. അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ആൻഡ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണത്, ഇൻ്റർസെക്ഷനാണ്. ഓർ എന്നാണെങ്കിൽ ഐദർ ഇൻ എ ഓർ ഇൻ ബി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് യൂണിയൻ. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഇസ് ആൻഡ്. എയിലും ബിയിലും കോമൺ ആയിട്ട് എന്തുണ്ടോ അതിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതാണോ അതാണ് ഇൻ്റർസെക്ഷൻ. അത് വളരെ വ്യക്തമായിട്ട് ഈ ഫിഗർ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. യൂണിയൻ എന്ന് പറയും, യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, അതിനകത്ത് എ എന്ന സെറ്റ് വരച്ചിട്ടുണ്ട്, ബി എന്ന സെറ്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ ഷെയ്ഡഡ് പോർഷൻ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പോലെ എ ഈക്വൽ ടു, okay, here A is equal to 2, 4, 6, 8 and B is equal to 6, 8, 10. അങ്ങനെയാണെങ്കിൽ A ഇൻ്റർസെക്ഷൻ B ഇവിടെ എന്തായിരിക്കും, A ഇൻ്റർസെക്ഷൻ B is equal to the set 6 and 8. കാരണം ഇവിടെ കോമൺ ആയിട്ടുള്ള 6ഉം 8ഉം ആണ്. എക്കും ബിക്കും കോമൺ ആയിട്ട് ഏതൊക്കെയുള്ളൂ, 6 and 8. So the set of 6 and A is the A intersection B. നെക്സ്റ്റ് ഇസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സെറ്റ്സ് ആർ കോൾഡ് ഡിസ്ജോയിൻറ്റ്. ഒരു ജോയിനിങ്ങും ഇല്ല, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. പേര് കണ്ട ഡിസ്ജോയിൻറ്റ്. സോ എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, then A and B are called disjoint sets. So here one example, let A is equal to 4, 6, 8, even numbers ആണ്. Then B is equal to 1, 3, 5, 7. That is odd numbers. So the set of odd numbers and even numbers, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും, ഇറ്റ് ഇസ് ഓൾവേസ് നൾ സെറ്റ്, ദാറ്റ് ഇസ് 5. അപ്പോൾ ഈ കേസിൽ നമുക്ക് എയും ബിയും എന്ത് ടൈപ്പ് സെറ്റാന്ന് പറയാം, ഇറ്റ് ഇസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. നെക്സ്റ്റ് ഇസ് സം പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ. നമ്മൾ യൂണിയനിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഓപ്പറേഷൻസാണ് ഇവിടെയും പറയാൻ പോകുന്നത്. സോ ഹിയർ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ, കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി, ഫസ്റ്റ് വി ആർ ഡൂയിങ് എ ഇൻ്റർസെക്ഷൻ ബി, ദെൻ ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബ്രാക്കറ്റിൽ ബി ഇൻ്റർസെക്ഷൻ സി, അതായത് അസോസിയേറ്റീവ് ലോ അതും ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ 5 ഇൻ്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 5 ഇൻ്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു 5. ഓക്കെ, നമ്മൾ യൂണിയൻ പറയുമ്പോഴോ എ യൂണിയൻ 5 ഇസ് ഈക്വൽ ടു എ, കാരണം കോമൺ എലമെൻറ്റ്സ്, സോറി 5ൽ ഒരു എലമെൻറ്റും ഇല്ല, എയിൽ എല്ലാ എലമെൻറ്റ്സും ഉണ്ട്. സോ യൂണിയൻ എന്ന് പറയുന്നത് എ ആയിരുന്നു, പക്ഷേ ഇൻ്റർസെക്ഷൻ നൾ സെറ്റാണ്, ഒന്നുമില്ല. അപ്പോൾ പിന്നെ എയുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്ത് എന്തെങ്കിലും കമ്പോണൻസ് ഉണ്ടോ, ഒന്നുമില്ല. സോ 5. ദെൻ യു ഇൻ്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇറ്റ് ഇസ് എ, കാരണം എയിലില്ലാത്ത കുറേ എലമെൻറ്റ് യുവിലുണ്ടാവാം, പക്ഷേ എയിലുള്ള എല്ലാ എലമെൻറ്റും ഓൾറെഡി യുവിലുണ്ട്. സോ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ആണ്. ഇതിന് പറയുന്നത് ലോ ഓഫ് നൾ സെറ്റ് ആൻഡ് ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് പറയാം. നെക്സ്റ്റ് ഇസ് എ ഇൻ്റർസെക്ഷൻ എ. എ ഇൻ്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. എയിലുള്ള എല്ലാ കമ്പൗണ്ടും എ തന്നെ ഉണ്ടല്ലോ, സോ ഇൻ്റർസെക്റ്റ് ചെയ്താൽ സെയിം ആയിരിക്കും. എ യൂണിയൻ എ എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് എ. ഇറ്റ് ഇസ് ദിസ് ലോ ഇസ് നോൺ ആസ് ഐഡംപൊട്ടൻറ്റ് ലോ. ദ നെക്സ്റ്റ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ദിസ് ലോ ഇസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ പണ്ട് പഠിച്ചില്ലേ,
എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ട് ഇല്ലേ, അതുപോലെ തന്നെ ഇവിടെ എ ഇൻ്റർസെക്ഷൻ, അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഇൻ്റർസെക്ഷനാണ് പിന്നെയാണ് യൂണിയൻ. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി കാണുക, യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി കാണുക. ഓക്കെ, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക, എക്കും സിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ യൂണിയൻ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി എഴുതുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. ദാറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യു. ഓക്കെ, യൂണിയൻ. ഇവിടെ നോക്കുക. ഓക്കെ, ഹിയർ ദ ഫസ്റ്റ് ഡയഗ്രാം എ ബി യൂണിയൻ സി. സോ ബി യൂണിയൻ സി നോക്കുക. ബി എന്ന സർക്കിളും സി എന്ന സർക്കിളും കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ബി യൂണിയൻ സി. വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എ എന്ന സർക്കിളും ബി എന്ന സർക്കിളും കോയിൻസൈഡ് ചെയ്യുന്ന എത്രയാണോ ആ ഒരു പോർഷൻ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി. നെക്സ്റ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, സോ വാട്ട് ഇസ് ബി യൂണിയൻ സി? ബി എന്ന സർക്കിളും സി എന്ന സർക്കിളും കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് എന്ത്? ബി യൂണിയൻ സി. ഓക്കെ, സോ ബിയും സിയും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളും കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് എ ഇൻ്റർസെക്ഷൻ, ആ പോർഷനിൽ എ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻസ് ഏതാണ് നോക്കി. ഈ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. നെക്സ്റ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ സി. എയും സിയും മാത്രം നോക്കുക. എ എന്ന സർക്കിളും സി എന്ന സർക്കിളും മാത്രം നോക്കുക. അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന, ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ, ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പാർട്ട് നോക്കുക. ദെൻ എക്കും സിക്കും കോമൺ ആയിട്ടുള്ള പാർട്ട് നോക്കുക. അതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടിയതിന് അതും എ ഇൻ്റർസെക്ഷൻ സി കിട്ടിയ കമ്പൗണ്ടിന് അതും കൂടെ കോമൺ ആയിട്ടുള്ള പോർഷൻസ് ആണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് ഇസ് ദ ടോപ്പിക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. ഓക്കെ, ഹിയർ ആക്ച്വലി ദർ ആർ 3 rules. ഇവിടെ ശ്രദ്ധിക്കുക. എ ആൻഡ് ബി ഫൈനൈറ്റ് സെറ്റ്സ് ഇഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു കമ്പൗണ്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. കാരണം കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ലല്ലോ. അപ്പോൾ എയിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അത് പ്ലസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അതിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി. പക്ഷേ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദർ മേ ബി സം എലമെൻറ്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം? നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ് രണ്ടും കൂടി വെറുതെ ആഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. കാരണം കുറച്ച് എലമെൻറ്റ് കോമൺ ആണല്ലോ. അങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. കാരണം എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഈ എ ഇൻ്റർസെക്ഷൻ ചെയ്തിരിക്കുന്ന എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള എലമെൻറ്റ്സ് ഇല്ലേ, അത് 2 തവണ ആഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു തവണ ഉള്ളത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. ഇങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് എ ബി ആൻഡ് സി ആർ ഫൈനൈറ്റ് സെറ്റ്സ് ദെൻ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വീണ്ടും ജനറലൈസ് ചെയ്താണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സി മൈനസ് എന്തൊക്കെ മൈനസ് ചെയ്യണം? എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യണം, ബിയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യണം, ദെൻ എയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷനും മൈനസ് ചെയ്യണം. എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞൊരു കോമൺ പോയിൻ്റ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരെണ്ണം ദെൻ ഇങ്ങനെ ഒരെണ്ണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പാർട്ടുണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് പോകും. എങ്ങനെ?
ഈ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ സിയും എ ഇൻ്റർസെക്ഷൻ സി ചെയ്യുമ്പോൾ ഈ കമ്പോണൻ്റ് ഇല്ലാതെയാവും. അപ്പോൾ ആ കമ്പോണൻ്റ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അതൊന്നുകൂടി ആഡ് ചെയ്യും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. So thanks for watching. Stay tuned.